ഓഫ് അമീൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അപ്പോൾ അമീൻസിനെ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ മെത്തേഡുകളാണ് സ്വീകരിക്കുക, അപ്പോൾ അമീൻസിനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം എന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ മെത്തേഡാണ് റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്സ്. നൈട്രോ കോമ്പൗണ്ടുകളെ റിഡക്ഷൻ വഴി നമുക്ക് അമീൻസ് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം നൈട്രോ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ NO2 ഗ്രൂപ്പുള്ള കോമ്പൗണ്ടുകളെയാണ് നൈട്രോ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുക. ഇവിടെ ആലിഫാറ്റിക് നൈട്രോ കോമ്പൗണ്ടുകളിൽ നിന്നും ആരോമാറ്റിക് നൈട്രോ കോമ്പൗണ്ടുകളിൽ നിന്നും നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമീൻസിനെ പ്രിപ്പയർ ചെയ്തെടുക്കാം. ചില എക്സാമ്പിൾസ് നോക്കാം. ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നൈട്രോ കോമ്പൗണ്ടുകളിൽ നിന്നും അമീൻസ് പ്രിപ്പയർ ചെയ്യുന്നത്? ജനറലി നൈട്രോ കോമ്പൗണ്ടുകളെ റിഡക്ഷൻ നടത്തിയിട്ടാണ് അമീൻസ് പ്രിപ്പയർ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് ഒരു ആലിഫാറ്റിക് നൈട്രോ കോമ്പൗണ്ട് ആയിട്ടുള്ള നൈട്രോമീഥെയ്ൻ കൺസിഡർ ചെയ്യാം. നമുക്കറിയാം റിഡക്ഷൻ എന്ന് പറയുമ്പോൾ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണ്. ഹിയർ ദ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ടേക്സ് പ്ലേസ് ഇൻ ദ പ്രസൻസ് ഓഫ് എ മെറ്റൽ ലൈക്ക് റാനി നിക്കൽ, പ്ലാറ്റിനം, പലേഡിയം എക്സെട്ര. ഇവിടെ മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത് എഥനോൾ ആണ്. വളരെ സിമ്പിളായിട്ടുള്ള കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ റിയാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നൈട്രോ കോമ്പൗണ്ടുകൾക്ക് റിഡക്ഷൻ സംഭവിച്ച് കറസ്പോണ്ടിങ് അമീനായിട്ട് മാറുന്നു. ഇവിടെ CH3NO2 undergo reduction in presence of hydrogen and in the presence of a catalyst like nickel, platinum etc. and form corresponding amine. ഇവിടെ അമീൻ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത് വാട്ടർ ആണ്. ഇതേ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആരോമാറ്റിക് അമീൻസും പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് ബെൻസീൻ ഗ്രൂപ്പ് അറ്റാച്ച് ടു NO2, അതായത് നൈട്രോ ബെൻസീൻ എടുക്കുന്നു. നൈട്രോ ബെൻസീൻ എന്ന നൈട്രോ കോമ്പൗണ്ട് അണ്ടർഗോ റിഡക്ഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് എ മെറ്റൽ ലൈക്ക് പലേഡിയം. പലേഡിയം പോലൊരു മെറ്റലിൻ്റെ പ്രസൻസിൽ നൈട്രോ ബെൻസീൻ ഹൈഡ്രജനുമായിട്ട് ആഡ് ചെയ്യപ്പെട്ട് അമീൻ ആയിട്ടുള്ള അനിലീൻ ഉണ്ടാകുന്നു. ഇതാണ് റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്സ് എന്ന വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നൈട്രോ കോമ്പൗണ്ടുകളിൽ നിന്നും കറസ്പോണ്ടിങ് അമീൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നൈട്രോ കോമ്പൗണ്ടുകൾക്ക് റിഡക്ഷൻ സംഭവിക്കാൻ വേണ്ടി അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹൈഡ്രജനെ ആഡ് ചെയ്യുമ്പോൾ അയേണിൻ്റെയോ HClൻ്റെയോ പ്രസൻസിലോ അല്ലെങ്കിൽ ടിന്നിൻ്റെയോ HClൻ്റെയോ പ്രസൻസിലോ റിഡക്ഷൻ നടത്താറുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം C6H5NO2 undergo reaction with hydrogen in the presence of tin plus HCl or iron plus HCl undergo reduction and form corresponding amine that is aniline. ഇവിടെ റിഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ടിന്നിൻ്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും മിക്സറോ അതുമല്ലെങ്കിൽ അയേണിൻ്റെയോ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയോ മിക്സറാണ്. ഇവിടെ റിഡക്ഷൻ നടക്കാനായിട്ട് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് അയേൺ സ്ക്രാപ്പിൻ്റെയും ഹൈഡ്രജൻ ക്ലോറൈഡ് അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും മിക്സറാണ്. ഇറ്റ് ഈസ് മോർ പ്രിഫേർഡ് ബിക്കോസ് ഡ്യൂറിങ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ Fe and HCl, FeCl2 is formed. This FeCl2 can be easily hydrolyzed to give hydrochloric acid. Only small amount of HCl is needed to initiate the reaction. ഇവിടെ ഇത്തരത്തിൽ റിഡക്ഷൻ നടത്തുന്നതിന് അയൺ HCl മിക്സറാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? അയൺ സ്ക്രാപ്പും HClഉം കൂടെ ജോയിൻ ചെയ്ത് റിയാക്ഷൻ നടന്നാൽ ഉണ്ടാകുന്നത് FeCl2 ആണ്. ഈ FeCl2ന് വളരെ ഈസി ആയിട്ട് ഹൈഡ്രോളിസിസ് നടന്നുകൊണ്ട് HClനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനാൽ ഈ റിയാക്ഷൻ ചെയ്യണമെങ്കിൽ ഈ റിയാക്ഷൻ ഒന്ന് ഇനീഷ്യേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വളരെ കുറഞ്ഞ എമൗണ്ട് HCl മാത്രമേ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. ബാക്കിയുള്ള HCl ഈ റിയാക്ഷൻ മിക്സറിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു റിഡക്ഷന് അയേൺ ആൻഡ് HCl ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. നൈട്രോ കോമ്പൗണ്ടുകളെ വിവിധ തരത്തിൽ നമുക്ക് റിഡക്ഷൻ നടത്തിക്കൊണ്ട് കറസ്പോണ്ടിങ് അമീൻസ് ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കും. ഇവിടെ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, ആലിഫാറ്റിക് അമീനുകളും ആരോമാറ്റിക് അമീനുകളുടെയും പ്രിപ്പറേഷന് റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്സ് എന്ന മെത്തേഡ് ഉപയോഗിക്കാം.